ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ല പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വേഗം എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലേക്ക് പോരട്ടോ. ഇവിടെ 2 മത്സ്യകന്യകമാരിപ്പോൾ ഉണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ഇനിയും ഇതിലധികമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കിട്ടുക്കാച്ചൊരു ഷോ നടക്കുകയാണ്. മറൈൻ അക്വ എന്ന് പറയുന്ന ഷോ ആണ് ഇപ്പോൾ നമ്മുടെ എറണാകുളത്ത് വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും ഓണം കഴിയുന്നവരുടെ പരിപാടിയൊക്കെ ഉണ്ടാവും. ഇഷ്ടംപോലെ പാർക്കിങ്ങിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. കയറി വരുമ്പോൾ തന്നെ കളർഫുൾ ആയിട്ടുള്ള വെറൈറ്റി മത്സ്യങ്ങൾ, കിട്ടുക്കാച്ചിട്ടുള്ള മത്സ്യങ്ങളുടെ ഒരു വലിയൊരു ഷോ തന്നെയാണ് ഇത്. അതുമാത്രമല്ല, ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള റൈഡുകളും അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഷോ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഷോയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് 120 രൂപയുടെ ടിക്കറ്റ് ആണ് എടുക്കേണ്ടത്. അതുപോലെ കുട്ടികൾക്ക് ടിക്കറ്റ് ഇളവുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കി വരാം. അതുപോലെ നിങ്ങൾ പാർക്കിംഗ് ആണെങ്കിൽ ഒരുപാട് ഏരിയ ഉണ്ട്. പാർക്കിങ്ങിന് എക്സ്ട്രാ കാശൊന്നും വാങ്ങിക്കുന്നില്ല. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടണലിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കയറി പോകുന്നത് തന്നെയാണ് ഒരു വലിയൊരു അട്രാക്ഷൻ. പിന്നെ രണ്ടാമത്തെ കാര്യം നമുക്കറിയാലോ ഇവിടെ എന്താ മെയിൻ ആയിട്ടുള്ള കാര്യം എന്നുള്ളത്. അപ്പോൾ ഈ ടണലിന്റെ ഉള്ളിൽ കൂടി പോകുമ്പോൾ നമ്മൾ കടലിൻ്റെ ഉള്ളിൽ കൂടി പോകുന്നൊരു ഫീലാണ്. നമ്മുടെ ചുറ്റും മത്സ്യങ്ങൾ, പല പല വെറൈറ്റി ഉള്ള മത്സ്യങ്ങളാണ് കേട്ടോ. പേരുകളൊക്കെ പറയാനായിട്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ പാടില്ല. കണ്ടില്ലേ, സ്രാഗിൻ്റെ പോലത്തെ മത്സ്യവും അങ്ങനെ ഒരുപാട് വെറൈറ്റി മത്സ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം നമ്മളിങ്ങനെ ഓടിച്ച് കാണിക്കുന്നതാണ്. കാരണം ഒരുപാട് എണ്ണമുണ്ട് മത്സ്യങ്ങളിങ്ങനെ കാണാനായിട്ട്. അപ്പോൾ ഈ ടണലിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ തന്നെ കടലിൻ്റെ അടിയിൽ നിൽക്കുന്ന ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെ കണ്ട. ഇതിൻ്റെയൊക്കെ പേരെന്തെന്നാണ് എനിക്ക് മനസ്സിലാകാത്ത. ശുദ്ധജലത്തിൽ വളരുന്നുണ്ട്, ഇതൊക്കെ കടൽ വെള്ളത്തിൽ വളരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കടലിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് കാണുന്നത്. വലിയ വലിയ മീനുകളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചയാണ് വളരെ പ്രത്യേകതയുള്ള കാഴ്ചകൾ. നിങ്ങൾ വിചാരിക്കും ആദ്യം കയറുമ്പോൾ ഈ ടണലിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കയറി കഴിയുമ്പോൾ എന്താണ് മത്സ്യകന്യക ഒന്നും ഇല്ലേ, ഒന്നും ഞാൻ കാണില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ കാഴ്ചകൾ തുടങ്ങാൻ പോകുന്ന ഈ ടണലും കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറി നടക്കുമ്പോഴാണ്. ടണലിൽ ആരാപൈമ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ ടണൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയാണ് നമ്മുടെ മത്സ്യകന്യകമാർ വരുന്നതും സാധനങ്ങൾ വിൽക്കുന്ന കടകളൊക്കെ വരുന്നത്. അത് കഴിയുമ്പോഴാണ്. പക്ഷേ ജനക്കൂട്ടം കൂടുതലുള്ളത് എവിടെയാണെന്നറിയാമോ? നമ്മുടെ മത്സ്യകന്യകമാരുടെ അടുത്താണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കുത്താമ്പുള്ളിയാണ് ഇത്. കുത്താമ്പുള്ളിയുടെ കട ഒരു 2-3 ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഫസ്റ്റ് കാണുന്ന കടയാണ് ഇവരുടെ ഒരു വെറൈറ്റി കടയാണ്. ഇവരുടെ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയുന്ന സിനിമയിൽ ആ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതാണ് ഏറ്റവും കൂടുതൽ പുതിയ മോഡൽ ഗുരുവായൂർ അമ്പല നട പറയുന്നത്. അതേപോലെ അജറക്ക്, ഇത് അജറക്ക് പ്രിന്റുകളാണ്. ഇത് ഫുൾ അജറക്കാണ്. എല്ലാത്തിനും വിത്ത് ബ്ലൗസ് ഉണ്ടാവും. 6.25 മീറ്ററാണ് വിത്ത് ബ്ലൗസ്. നമ്മളെ എല്ലാത്തിനും 20% ഓഫർ ഉണ്ട്. വിലയിൽ നിന്ന് 20% ഓഫർ ചെയ്തിട്ടുണ്ട് നമ്മൾ. ഓരോ വർഷം ഓരോ മോഡലുകളാണ്. ഇതിപ്പോൾ റെൻറ്റുകൾ ഏറ്റവും കൂടുതൽ നമ്മൾ അജറക്കാണ്. അജറക്ക് ഇതിന് അജറക്കിന് സാരീൻ്റെ സെറ്റ് മുണ്ടുണ്ട്. അതുപോലെ നമ്മുടെ കോമ്പോ ഷർട്ട് മോഡലില്ലേ, ഷർട്ടും മുണ്ടും അതനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതാണ് മെയിനായിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ റണ്ണിങ് ഉള്ളത്. പിന്നെ ഇതെങ്ങനെ ഗുരുവായൂർ അമ്പലനട, പിന്നെ സാധാരണ പോലെ ടിഷ്യൂല് വർക്ക് ചെയ്യുന്ന കൂട്ടിൽ മ്യൂറൽ വർക്കുകൾ, അങ്ങനെ കുറേ വർക്കുകളുണ്ട്. ഇതൊക്കെ മ്യൂറൽ വർക്കുകളാണ്. ഇതൊക്കെ മ്യൂറൽ വർക്കുകളാണ്. ഇതൊക്കെ സാരി ഫുള്ളായിട്ട് വലിയ പ്രിന്റുകൾ, അതേപോലെ പ്രിന്റുകളും നൂലില്ല. ഇത് നമ്മൾ സാരി നെയ്തിട്ട് മ്യൂറൽ വർക്ക് ചെയ്യണതാണ്, പ്രിന്റ് ചെയ്യണതാണ്. എന്നിട്ട് നമ്മൾ മടക്കി. ഇത് ടിഷ്യൂ ത്രെഡ് വർക്കാണ്. ഫുള്ളായിട്ട് വരും. ത്രെഡ് വർക്കാണ് സാരിയിൽ. ഫുൾ ടിഷ്യൂ ആണ്. ഫുള്ളിങ്ങനെ വർക്ക് വരും. ഫുള്ള് വർക്ക് വരും അടിയിൽ. എല്ലാത്തിനും ബ്ലൗസ് ഉണ്ടാവും. റണ്ണിങ് ബ്ലൗസാണ്. 6.25 ഇതിന്റെ പ്രൈസ് തന്നെ എങ്ങനെയാണ്? ശരീരവേദനയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നത് ഫുൾ ബോഡി യൂസ് ചെയ്യാം. നോക്കിയാലോ, ഒന്ന് ബുക്ക് ചെയ്താലോ?
പാലക്കാടൻ കരിപ്പട്ടി എന്ന് പറയുന്ന സംഭവമാണിത്. ഇവിടെ കടകൾ വരുന്നത് ചെരുപ്പുകൾ, അതുപോലെ ഡ്രസ്സുകളുടെ, പിന്നെ അച്ചാറുകൾ, കൊണ്ടാട്ടം, അങ്ങനെയുള്ള ഷോപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ കുത്താമ്പുള്ളിയുടെ ആണെങ്കിൽ 2-3 സ്റ്റാളുണ്ട്. ആദ്യം കാണുന്നത് തന്നെയാണ് മറ്റേ സിനിമയിലുള്ള മോഡലൊക്കെ ചെയ്തു വെച്ചിരുന്നത്. പിന്നെ കുത്താമ്പുള്ളി സാരികൾ മാത്രമായിട്ടുള്ളത്. പിന്നെ അങ്ങനെ ഒരു 2-3 സ്റ്റോറുകൾ കുത്താമ്പുള്ളിയുടെ തന്നെ ഉണ്ട്. പിന്നെ ഹിന്ദിക്കാരുടെ കുറേ ഷോപ്പുകളാണ്. പിന്നെ നമ്മുടെ കട്ടില്, അലമാര, അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട്. പിന്നെ അക്യുപഞ്ചറിങ് ഉള്ള സാധനങ്ങൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെടാൻ സാധ്യത ഉള്ളത് ഈ മത്സ്യകന്യക എന്നുള്ളൊരു സംഭവം മാത്രമേ ഇഷ്ടപ്പെടാനായിട്ട് കൂടുതൽ സാധ്യതയുള്ളൂ. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് നിങ്ങൾക്ക് ഏതായാലും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു കാഴ്ച തന്നെയാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നവരെ ബായ്.